ഷോ, നമ്മൾ ഇനി എന്ത് ചെയ്യൂടി? അതെ ചേച്ചി, ഒരു ക്രിസ്മസ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും തിരക്ക് വരാൻ കണ്ടൊരു സമയം നമ്മളൊരു ആഘോഷമായ പോയത്. സാരമില്ല ചേച്ചി, നമുക്ക് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? നമ്മുടെ എന്തുണ്ട്? ഒന്നുമില്ല, എല്ലാം ഞാൻ തൊട്ടുണ്ടാക്കാൻ വന്ന സമയമൊന്നുമില്ല. സാരമില്ലടി, ഇത്തവണ നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നും ഇല്ലെന്ന് അങ്ങ് വിചാരിക്കാം. ഷോ, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. നമ്മുടെ വീട്ടിൽ അപ്പം ഇത്തവണ സാന്റ വരില്ലേ? ഗിഫ്റ്റ് തരില്ലേ? ഇല്ല ഇല്ല ഇല്ല. എന്ത് കഷ്ടമായത്. നീ അച്ഛനോടും അമ്മയോടും പറ, അവരല്ലേ നമ്മളെ പറ്റിച്ചേ. അവർക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നല്ലോ. നമുക്ക് പൈസ എങ്കിലും തന്നാൽ മതിയായിരുന്നു, അതുമില്ല. എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആരാണാവോ? ആരായാലും ചേച്ചി പോയി നോക്ക്, എന്നെ കൊണ്ടൊന്നും മേല. നമ്മുടെ വിളിച്ചു, ഞാനിപ്പോൾ നോക്കിയത് തന്നെ. നിനക്ക് പോയി നോക്കിയെന്താ? ചേച്ചി, വീട്ടിൽ മുതിർന്നവർ വേണം ഇതൊക്കെ പോയി നോക്കാൻ. അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണേലും നോക്കാം. ആരെയും തട്ടിക്കൊണ്ടു പോകാമെന്നാണെങ്കിലോ? ആഹാ, അപ്പൊ എന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്നല്ലേ? അയ്യടാ ചേച്ചി, ഞാൻ കൊച്ചല്ലേ. കൊച്ച് ഒന്നാ വെച്ച് തന്നാലുണ്ടല്ലോ. അടാടാടാ, എന്താണ് ആടി പിള്ളേരെ ഇത്? ഒരാളെ വന്ന് ബെല്ലടിച്ച് എത്ര നേരം പുറത്ത് നിൽക്കണം? നീയായിരുന്നോ? അതെ, ഞാനായിരുന്നു. എടാ, ഞങ്ങളോടത്ത് തട്ടിക്കൊണ്ടുപോകാമെന്നാണ്. വന്നാണ് തട്ടിപ്പ് സംഘത്തെ കൊണ്ട് തോറ്റല്ലോ. ഒരു വീട്ടിലും വാതിൽ തുറക്കൂല. നീ ഒരു കാര്യം ചെയ്യാം, ഫോൺ വിളിച്ച് മുൻകൂറായിട്ട് പറഞ്ഞിട്ട് വരാം. അതാവും ആരോഗ്യത്തിന് നല്ലത്. ആട്ടെ, എന്താ വിശേഷിച്ച്? വാ, ഇവിടെ ഇരിക്കും. ഓ, വിശേഷം പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. എന്താടി, ക്രിസ്മസ് ആയിട്ട് ഒന്നും കാണുന്നില്ലല്ലോ, ഡെക്കറേഷൻ ഒന്നും. എന്താ പറ്റി? എന്തേ ഇത്തവണ ക്രിസ്മസ് ഒന്നും ഇല്ലടാ. അതെന്തേ, എന്ത് പറ്റിയെന്നാ ഞാൻ ചോദിക്കുന്നേ. അതോ, അച്ഛൻ്റെ വീട്ടിലെ മീനി ചേച്ചിയുടെ കല്യാണം. അതിൻ്റെ ഉറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് പോയി. ഇനി ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അതിനിപ്പോ എന്താടി, ഡെക്കറേറ്റ് ചെയ്യുന്നതിനൊക്കെ ഇപ്പൊ എന്താ കുഴപ്പം? 5 പൈസ തന്നില്ല. ഓ, ഡാർക്ക് ഡാർക്ക്, ഞാൻ വന്നത് തന്നെ അത് പറയാനാ. എന്ത് ഡാർക്ക് ഡാർക്കെന്നാ? അല്ലടി, ക്രിസ്മസ് ആഘോഷിക്കാന്ന്. എങ്ങനെ? നമുക്ക് തോന്ന ആർട്ടിഫിഷ്യൽ ഒന്നും വേണ്ട, എല്ലാം നാച്ചുറൽ. ഒരു ക്രിസ്മസ് ട്രീ ഒപ്പിക്കണം, ബാക്കിയൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. എങ്ങനെ? അതൊക്കെ ഓക്കെ. ഒരു ട്രീക്കുള്ള ഡെക്കറേഷനും ട്രീ ഒക്കെ നമുക്ക് ഒപ്പിക്കാം. ഇതിപ്പോ നിന്റെ വീട്ടിലോട്ടൊക്കെ വേണമല്ലോ, അപ്പൊ 2 വേണ്ടേ? അത് ഇത്തിരി പണിയാ. അതല്ലേടി ഞാൻ പറഞ്ഞു വന്നത്. ഇത്തവണ എന്റെ ക്രിസ്മസ് ആഘോഷം നിങ്ങളുടെ കൂടെ. നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റ ട്രീ മതി, പോരെ? നമുക്ക് അവൾമാരെ വിളിക്കാം. നല്ല ഐഡിയ. പിന്നല്ല, ഈ വാസം ഉള്ളപ്പോഴാണോ നിങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. എന്നാലേ ഞാൻ പോയി അവൾമാരെ സെറ്റാക്കട്ടെ. പിന്നെ ഒരു കാര്യം, വൈകുന്നേരം ഞാനിങ്ങ് വരും, ട്രീ മുറിക്കാൻ പോണം, കേട്ടല്ലോ? എടാ, ട്രീ ഒക്കെ കുറെ അകലെയല്ലുള്ളത്, നമ്മളെങ്ങനെ പോകും? അതൊക്കെ കണ്ടോ, എല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ വന്നത്. എന്താ ഇതൊക്കെ ചെറിയ കാര്യമെന്ന് വിചാരം? അതാണ് വാസിച്ചായി. അപ്പോൾ 8 മണി ആകുമ്പോ റെഡിയായി നിന്നാണ്, കേട്ടല്ലോ? 8 മണിയോ? നല്ല രാത്രിയല്ലേ അത്? അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഇവിടെ ആരുമില്ലല്ലോ. ആരോട് ചോദിക്കാനും പറയാനും ഒന്നുമില്ല. നമുക്ക് പോയേക്കാം, കേട്ടോ? ഓ, ശരി ശരി. അവൾമാരോട് ചോദിക്കുമ്പോൾ അവൾമാർ ഇവിടെയാന്ന് പറയും, നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്താന്ന് പറയും, എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ അടുത്താന്ന് പറയും. വണ്ടിയും പരിപാടികളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം. ഒരു നാളെ കാച്ചാനാണോ പാട്? അങ്ങനെ ആ പ്രശ്നം സോൾവായി. പിന്നെ അല്ല, അടിച്ചു പൊളിക്കാൻ ചേച്ചി. ഇനി മരം മുറിക്കാൻ പോണമല്ലോ, അതൊക്കെ അല്ലേടി ഒരു ത്രില്ല്. പിന്നെ അല്ല. എന്താ ചേച്ചി, നീ റെഡിയായോ? ആ ചേച്ചി റെഡി. എന്നാലും അവൻ വിളിച്ചിട്ട് നേരത്തെ റെഡിയാവാൻ പറഞ്ഞെന്താ? അതോ, എന്തോ പയ്യെ പോകുന്ന വണ്ടിയാണെന്നും കുറെ ദൂരം പോകാനുണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇതുവരെ കാണുന്നില്ലല്ലോടി. കുറച്ചുമ്പോ വിളിച്ചായിരുന്നു ചേച്ചി, ഇപ്പൊ തന്നെ വരാന്നാ പറഞ്ഞേ. അവരെയും കൂട്ടിട്ടേ വരുള്ളൂ. ആണോ? അപ്പൊ അത് തന്നെ ചേച്ചി. പിന്നെ അവൻ പറഞ്ഞു മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കണമെന്ന്. നമ്മുടെ ഗാർഡനിൽ അവൻ വരുന്നേന്നാ പറഞ്ഞേ. എൻ്റെ അമ്മേ, നീ വല്ല JCB കൊണ്ടാണോ വരുന്നത് ചെറുക്കൻ? അറിയാൻ പറ്റിയതേ, നിന്റെ കൂട്ടുകാരനല്ലേ? അത് ശരി, വാ ചേച്ചി, നമുക്ക് നോക്കാം എന്താന്ന്. എടാ, സമയം ഒരുപാടാണല്ലോ, ഈ ചെറുക്കനായിട്ട് കാണുന്നില്ലല്ലോ. ചേച്ചിയേ, കാണുന്നില്ലല്ലോ. ഞാനും അത് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കണേ. ഒന്നുകൂടി വിളിച്ച് നോക്കിയാലോ? വിളിക്കാം. ചേച്ചി, ഇവിടെയൊക്കെ നിറയെ പുല്ലായല്ലോ, എല്ലാം വെട്ടണം. ആദ്യം ട്രീ വരട്ടെ, എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യല്ല. ശരി ചേച്ചി. വാസു വന്നു. ചേച്ചി, അവൻ വന്നെന്നാ തോന്നുന്നേ. പക്ഷെ കാണുന്നില്ലല്ലോ ചേച്ചി. അതെ, അവൻ്റെ ഒച്ച മാത്രമേ ഉള്ളല്ലോ. നോക്കി നിൽക്കാനാ, ഏണിയിട്ട് കൊടുക്കല്ലേ.
നല്ല കനം ഉണ്ടാവുമല്ലോ. ഒന്നും നോക്കണ്ട, നമ്മൾ എത്രയും പേരില്ലേ, ഇതെന്നെ മതി. എടുക്കാം. ഒരു കാര്യം ചെയ്യാം, തള്ളി മറിച്ചിടാം, അല്ലാണ്ട് വേറെ വഴിയില്ല. എന്നാ നിങ്ങൾ ഇപ്പഴ വാ. മാങ്കുഞ്ഞുങ്ങളൊക്കെ എന്തേ? ഇനി കുറേയും കൂടി ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. അതുങ്ങൾ എവിടെ പോയെന്തോ? ഇനി എൻ്റെ വണ്ടി ആരും ഓടിച്ചു? ആശാ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. എടാ, സമയം പോകുന്നു. എത്രയും പെട്ടെന്ന് എല്ലാം തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. ലേ ആശാനെ നോക്കിക്കേ, ഒരു ഉഗ്ര വണ്ടി, നമുക്കതിൽ പോകാം. ആ, കൊള്ളാലോ, പോയി കളയാം. ഇതാ പിള്ളേരുടെ. പിള്ളേരെ, ഈ വണ്ടി ഞാൻ എടുക്കുക. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് അങ്ങ് വീട്ടിലെത്തിച്ചേക്കാം. ബൈ. ധൈര്യം നമ്മുടെ വണ്ടി തട്ടിക്കൊണ്ടുപോയ പോലീസിൽ അറിയിക്കാം. അതെ, അതാ വേണ്ടത്. അവനെ പിടിച്ച് രണ്ട് ഇടി കിട്ടുമ്പോ നമ്മുടെ വണ്ടി കിട്ടും. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട ആ ട്രീ മുറിച്ചതാണല്ലോ, അതിനിപ്പോ എന്ത് ചെയ്യും എന്തോ. എടിയാ, പോലീസിലൊന്നും പറയാൻ പറ്റില്ല. ആ വണ്ടിയേ ഈ രാജ്യത്ത് ഓടിച്ചോളാം. ഞാനേ രഹസ്യമായിട്ട് കൊണ്ടുവന്നതാ. പുലിവാലാക്കല്ലേ കേട്ടോ. നമ്മളൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കേട്ടോ. എന്തല്ലോ അതിന് മനുഷ്യൻ കഷ്ടപ്പെട്ട് ക്രിസ്മസ് ആഘോഷിക്കാതെ വെച്ച സംഭവിച്ചില്ലല്ലോ. അതെന്തുവാ? ഇതെന്താ ഡെക്കറേറ്റ് ചെയ്ത ക്രിസ്മസ് ട്രീയോ? ചേച്ചി, എല്ലാരും ഓടി വന്നേ. അതെ അതെ, കാര്യം പിടികിട്ടിയില്ലേ? അതെ, ക്രിസ്മസ് അപ്പൂപ്പനായിരുന്നു. നമുക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ.